മത്സ്യത്തൊഴിലാളി മേഖലയിൽ തീരോദാത്തമായ സമരത്തിന് നേതൃത്വം കൊടുത്ത ആദരണീയനായ ഫാദർ തോമസ് വക്കീലിനെ ഒരിക്കലും മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് മറക്കുവാൻ സാധിക്കും. മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തനത്തിനിറങ്ങിയുള്ള 3 പുരോഹിതന്മാരിൽ ഒരാളാണ് ഫാദർ തോമസ് വക്കീൽ. അദ്ദേഹത്തിനെ പോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കൊല്ലത്തിനുള്ള പരിശീലനത്തിനും ആലപ്പുഴയിൽ നിന്ന് വളരെ സീരിയസായി KVM ആശുപത്രിയിൽ കഴിയുന്ന ഫാദർ പോൾ അറക്കലും ഈ 3 പുരോഹിതന്മാരും മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി നേതൃത്വപരമായ പങ്ക് വഹിച്ചവരാണ്. ഈ 3 പുരോഹിതന്മാരോടൊപ്പം വളരെ സജീവമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തിരുവനന്തപുരത്തേക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം. വളരെ പുരോഗമനപരമായ ആശയഗതിയിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ആദ്യനായ തോമസ് വക്കീൽ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലും ആഗോളതലത്തിലും മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് അവരുടെ ക്ഷേമത്തിനും അതോടൊപ്പം തന്നെ പരിസ്ഥിതി അധിഷ്ഠിതമായ വികസന പ്രവർത്തനം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മത്സ്യസമ്പത്ത് സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടും മറ്റെല്ലാം മറന്ന് ധീരോദാത്തമായ സമരം നടത്തിയ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കല്ല, ദേശീയ തലത്തിലല്ല, ആഗോളതലത്തിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള അപരിഹാര്യമായ ഒരു നഷ്ടമായി. ഈ ദേഹവിയോഗത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ദീർഘകാലം സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന രീതിയിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ദുഃഖം രേഖപ്പെടുത്തി വിശ്വസിക്കുന്നു. ചാത്തുനീതിയതിന്നാചാര്യന്മാരും മഹിമയതിന്നയവന്മാരും തിരുപ്പിക്കല്ല് നിന്ദാസൻ ദാവീദിനെയോർത്ത് സാക്ഷ്യമിതും വായിക്കുമോ ശുചിയോടു ശുദ്ധ്യാഗസ്തുതിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പറുദീസിൻ വാതിൽ കൂകി വാനവരൊത്തു വസിക്കേണം സ്തൗമൻ കാലുസ്കുരിയേലായിസു നിർമ്മലമദ്ബഹയിൽ കർത്തൃ സ്നേഹാൽ ശുശ്രൂഷിച്ചോരാം വൈദികരെ പിൻചെല്ലും നീറന്മാർഗവാകാരെ
ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമനമഹാനാളിൽ ഓർത്തുമുഖപ്രഭയേണം മറിയോറാകെ മേലൈരുവാതാരേ ആചാരീശ മിശിഹാകുദാ ശകളർപ്പിച്ചോ ആചാര്യന്മാർ കേതുക പുണ്യം നാഥാസ്തോത്രം. ദൈവത്തിൻ്റെ പുരോഹിതനായി സഭയിൽ നമുക്ക് ആചാര്യ ശുശ്രൂഷ ചെയ്ത് അതിൻ്റെ സമഗ്രമായ സമർപ്പണം നൽകി അനേകർക്ക് ആശ്വാസവും ദൈവ കരുണയും സാന്നിധ്യവും നൽകി സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയിരിക്കുന്ന ഇവിടെ പ്രിയപ്പെട്ട തോമസ് അച്ഛൻ്റെ ആത്മാവിന് നിത്യ വിശ്രമം, ദൈവത്തോടു കൂടിയുള്ള നിത്യമായ വാസം അത് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഈ വത്സല സഹോദരൻ്റെ പുരോഹിതൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ബന്ധുമിത്രാദികളോട്, കുടുംബാംഗങ്ങളോട്, സ്നേഹിതരോട്, സുഹൃത്തുക്കളോട് അദ്ദേഹത്തിൻ്റെ നന്മയും സേവനവും സ്വീകരിച്ചിട്ടുള്ള എല്ലാവരോടും പ്രത്യേകമായ അനുശോചനവും പ്രാർത്ഥനയും ഞാൻ അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നന്മയിൽ പ്രത്യേകിച്ച് അവശത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വിഭാഗം ജനത്തിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വം വലിയ പ്രതീക്ഷയും വലിയ ദൈവബന്ധവും നൽകി എന്നുള്ളതും പരമാർത്ഥമാണ്. പ്രത്യേകിച്ച് കടലോരങ്ങളിലെ അനേക കുടുംബങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഉറപ്പ്, ഒരു ബന്ധം, ദൈവം ഇമ്മാനുവേൽ എന്നതിൻ്റെ പൂർണ്ണമായ ഒരു സാക്ഷ്യപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം നിറഞ്ഞ് നിന്നിരുന്നു, നിഴലിച്ച് നിന്നിരുന്നു. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ജീവനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആത്മാസമർപ്പണം പൗരോഹിത്യത്തിൻ്റെ പുതിയ നവ്യമായ ഒരു സമർപ്പണമായി നമ്മളെല്ലാവരും നേരിട്ട് കണ്ടിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദൈവത്തോട് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷ വഴി നന്മ സ്വീകരിച്ചിട്ടുള്ള എല്ലാവരോടും ചേർന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സന്യാസ സമൂഹത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രിയപ്പെട്ട ഭവനച്ചനോടും, പ്രിയപ്പെട്ട ഈ മുഖട ഭവനത്തിലേക്ക് നമുക്കെല്ലാവർക്കും സ്നേഹവും ബന്ധവുമുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രത്യേകമായ പ്രാർത്ഥനയും അനുശോചനവും ബന്ധവും വ്യക്തിപരമായി ഞാൻ അറിയിക്കുന്നു. ഈ വത്സല സഹോദരൻ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്ത നന്മകൾ തുടർന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ പ്രാർത്ഥനകളും എല്ലാവിധമായ സമർപ്പണവും നമ്മെ വീണ്ടും ദൈവബന്ധത്തിലേക്ക് ചേർത്ത് നിർത്തുന്നു. ഈ പുരോഹിതൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പൗരോഹിത്യത്തിൻ്റെ ഉടയവനായ ദൈവം ഈ ആത്മാവിനെ സ്വീകരിച്ച് സ്വർഗീയ പ്രഭയിൽ ദൈവത്തെ വസിപ്പിക്കുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും എൻ്റെ സ്നേഹവും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം കാത്തുവരട്ടെ.
ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിമ്പമൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ഉള്ളം തളർന്നേറ്റവും ആശയറ്റ നേരവും ക്രൂശിൻ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. സത്യസഖിതാൻ തന്നെ സർവദായൻ സമീപേ തുണയ്ക്കും നിരന്തരം നീക്കും ഭയം സംശയം കാറ്റുഗ്രമടിക്കിലും ഇരുൾ കനത്തിടിലും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ആയുഷ്കാലത്തിനന്തം ചേർന്നാർത്തിപ്പൂണ്ട 1973 ആദ്യമായി ഞങ്ങൾ കാണുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് മത്സ്യമേഖലയിലെ പ്രവർത്തനത്തിന് താങ്ങായി കടലായി നിന്ന് ഒരു വലിയ പ്രസ്ഥാനം തീരപ്രദേശത്ത് വരാനുണ്ട്. എവിടെയൊക്കെയോ ആയിരുന്ന ഞങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു PCO എന്ന സംഘടനയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന എന്നെപ്പോലുള്ള ആളുകളെ മത്സ്യമേഖലയിലെ തൊഴിലാളി സംഘടനയുടെ ഭാഗമാക്കുകയും അതിൻ്റെ കീഴിൽ
ഏറ്റവും ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും തീരദേശം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പോരാട്ടങ്ങൾ നടത്തുന്നതിന് ദിശാബോധം നൽകുകയും ചെയ്ത ടോം, ഞങ്ങളുടെ പ്രിയപ്പെട്ട ടോം, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ സംഘടനാ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിക്കുകയും ഇന്ന് എന്തൊക്കെയായി തീർന്നു അതിന് തുടക്കം കുറിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത ടോമിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നും വിടചൊല്ലുകയാണ്. ഞങ്ങൾ എവിടെയൊക്കെ ആയാലും ടോമിനെ ഓർമ്മിക്കും. ടോമിൻ്റെ ആ വഴികാട്ടിയായി നിന്ന ആ രംഗം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എല്ലാവിധ പ്രാർത്ഥനയും എല്ലാവിധ ദുഃഖങ്ങളും കുടുംബത്തോടൊപ്പം, സുഹൃത്തുക്കൾക്കൊപ്പം, അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നേടുകയാണ്. പ്രിയപ്പെട്ട ടോം അത് മരിക്കുകയല്ല, ഇനിയും ഒരുപാട് ടോമന്മാരെ വാർത്തെടുക്കുന്നതിന് ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പ്രതീക്ഷിക്കുകയാണ്. വിട വിട ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം കൊണ്ട് ചെയ്യുക. എല്ലാവരും പള്ളിയിലേക്ക് എല്ലാവരും പള്ളിയിലേക്ക് പോവുക. ഏറ്റവും അടുത്ത സഹോദരങ്ങൾ മാത്രം He comforts those who are in trouble with the same consolation we have received from him. The response, Lord, remember me in your kingdom. Lord, remember me in your kingdom. The Lord is my shepherd, there is nothing I shall want. Fresh and green are the pastures where he gives me repose. Near restful waters he leads me to revive my drooping spirit. Lord, remember me in your kingdom. He guides me along the right path. He is the truth to his name. If I should walk in the valley of darkness, no evil would I fear. You are there with your crook and your staff. With these you give me comfort. Lord, remember me in your kingdom. You have prepared a banquet for me in the sight of my foes. My head you have anointed me with oil, my cup overflowing. Lord, remember me in your kingdom. Surely goodness and kindness shall follow me all the days of my life. In the Lord's own house shall I dwell forever and ever. Lord, remember me in your kingdom. The Lord be with you. And with your spirit. Let us pray. Lord, hear our prayer. Be merciful to our confrere Thomas Kocheri, whom you have called from this life. Welcome him into the company of your saints, in the kingdom of light and peace. We make this prayer through Christ our Lord. Amen. ശോഭയുള്ളൊരു നാടുണ്ടത്, കാണാമേ ദൂരെ വിശ്വാസത്താൽ, നാഥൻ വാസം നമുക്ക്
ലോകെ ഞാനെൻ